ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ. നായകൻ മണിരത്നം സാറിൻ്റെ സംവിധാനത്തിൽ കമലഹാസൻ, ശരണ്യ പൊൻവണ്ണൻ എന്നിവർ മുഖ്യ കഥാപാത്രമായി വന്ന നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ ആൻഡ് സിനിമാറ്റോഗ്രാഫി നേടിക്കൊടുത്ത നായകൻ എന്ന ക്രൈം സിനിമാറ്റിക് ഡ്രാമയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇളയരാജയാണ് എൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. തെൻപാണ്ടി ചീമേൻ എന്ന സോങ് ഫേമസ് ആണ്, അത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അടുത്തിടെ ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുള്ള മാലിക് എന്ന ഫിലിമിലെ ചില ഭാഗങ്ങൾ നായകൻ സിനിമയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളതായിട്ട് ചില സമയത്ത് തോന്നിയിരുന്നു. ചില കാര്യങ്ങളൊക്കെ ഏകദേശം എക്സാക്ട് സെയിം ആണ്. റൈറ്റ്സും ക്രൈമും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി സിനിമ തന്നെയാണ് നായകൻ. 1987 ഒരു ക്വാളിറ്റി വിഷ്വൽസ് ആണെങ്കിലും ഇന്നത്തെ അത്ര തന്നെ ഒരു ഫ്രഷ്നെസ് ആ ഫിലിമിനുണ്ട്. അതായത് നമുക്ക് ആ ഒരു ഫീല് വരില്ല, ഓൾഡ് ഫിലിമാണെന്നുള്ളൊരു ഫീല് വരില്ല. നല്ലൊരു ഫ്രഷ്നെസ്സിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു ഫിലിം തന്നെയാണ് നായകൻ. ശക്തമായൊരു കാരണം കൊണ്ട് ചെറുപ്പത്തിലെ നാട് വിട്ട് മുംബൈയിലേക്ക് വന്നു. അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം അവിടുത്തെ ആളുടെ പ്രശ്നങ്ങളിൽ ധീരമായിട്ട് ഇടപെട്ട് അവരുടെയൊക്കെ നായകനായിട്ട് മാറുന്നു. വേലു നായകർ എന്ന മെയിൻ റോളാണ് കമലഹാസൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ഗ്യാങ്സ്റ്റർ സിനിമ പോലെ തന്നെ ഒരു സ്ഥിരം ക്ലീഷയാണ് എങ്കിലും വയലൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും കൂടി ഏറ്റവും നല്ല രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു ഫിലിം എന്നൊക്കെ, അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലക്ക് ഈ ഫിലിം ബെസ്റ്റാണ്. ഒരു ഗ്യാങ്സ്റ്റർ ഫിലിമിനേക്കാൾ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സിനിമ കൂടിയാണ് നായകൻ. പണക്കാരന് വേറെ നീതി, പാവപ്പെട്ടവന് വേറെ നീതി എന്നുള്ള ഈ സാമൂഹിക ഇന്നീക്വാലിറ്റീസിനെയൊക്കെ എടുത്തു കാണിക്കുന്ന ഒരു സിനിമ കൂടിയാണ് നായകൻ. സാധാരണക്കാരൻ ചെറുത്തുനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടമായിട്ട് ഈ സിനിമയെ നമുക്ക് വേണമെങ്കിൽ കാണാം. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം കമലഹാസൻ്റെ സിനിമക്കൊക്കെ ഏകദേശം ഒരുപാട് ക്രിട്ടിക്സ് ഒക്കെ നേരിടുന്നുണ്ടായിരുന്നു ഈ സമയത്ത്. ഉദാഹരണത്തിന് ദശാവതാരം ഫിലിമിലെ കുറേ ബ്രില്യൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം കമലഹാസൻ എന്ന നടൻ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു സ്റ്റാർഡപ്പിൻ്റെ പീക്ക് ലെവലാണ് ഈ നായകൻ എന്ന ഫിലിം. ഇതൊരു സ്റ്റാർഡം എടുത്ത് കാണിക്കുന്ന ഒരു സിനിമയാണ്. അല്ലെങ്കിൽ ഇതിൽ എടുത്തിട്ടുള്ള ഇതിൻ്റെ വിഷ്വൽസും ക്വാളിറ്റീസും കൊണ്ട് തന്നെ ഇതൊരു മികച്ച സിനിമയായിട്ട് മാറുകയാണ് സിനിമയിൽ.